മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മിഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളിൽ ആർക്കും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകണം? വയലിലെ ലില്ലികളെ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയോ അധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ മനോഹരമായ ഈശോയുടെ വചനങ്ങൾ. അതിൻ്റെ ഹെഡിങ് തന്നെ പറയുകയാണ്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. മറ്റു തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ദൈവ അനുഭവമുള്ളവരായിട്ട് മാറുക. നമുക്ക് എത്ര പേർക്കുണ്ട് ഈ ദൈവ അനുഭവം? സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 8 തൊട്ട് 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ച് അറിയുവൻ. രുചിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഒരുപക്ഷെ പല കാര്യവും, ചില ആൾക്കാർ പറയും എനിക്കൊരു രുചിയില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും. അതൊരു വളരെ സാഡായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ആ ഭക്ഷണം, നമുക്ക് ആ ടേസ്റ്റ്, ആ രുചി അറിയുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യമാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ അനുഭവിക്കുക, അനുഭവമുള്ളവരായിട്ട് മാറുക. ഇതുപോലെയാണ് ആ വേർഡ് ഓഫ് ഗോഡാണ് വളരെ മനോഹരമായിട്ട് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ച് അറിയുവൻ. മറ്റു തരത്തിൽ പറഞ്ഞാൽ ദൈവ അനുഭവമുള്ളവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ ജീവിതത്തിൽ എവിടെയെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും ആ ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സാമീപ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാമായി. അതേസമയത്ത് ഈശോ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകം മുഴുവനും നേടിയാലും നീ നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയിട്ട് നിനക്ക് എന്ത് ഫലം? നമ്മളത് പലപ്പോഴും ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? പൗലോസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 13-5-6 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുവിൻ, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ? യേശുക്രിസ്തു നമ്മളിൽ ഇല്ലെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും എല്ലാം പോയാലും നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 4 തൊട്ട് 10 വരെയുള്ള വാക്യം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 4 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. ഈശോ പറയുകയാണ്, നമ്മൾ എത്ര പേര് കുരുവികളുടെ കാര്യം ചിന്തിക്കും?
പക്ഷെ കർത്താവ് പറയുകയാണ്, അതുപോലും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. 5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നമ്മളൊക്കെ മറക്കും. നമുക്ക് പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരും, അനുഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കും. സങ്കീർത്തനം 103-ാം അധ്യായത്തിൽ 1 തൊട്ട് 5 വരെയുള്ള വാക്യത്തിൽ സങ്കീർത്തനൻ പറയുന്നുണ്ട്, കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഈ ബൈബിളിലെ ഒരു വലിയൊരു മനോഹരമായ ഒരു ഇതാണ് ഓർക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് മറക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ വളരെ മനോഹരമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ജോസഫിൻ്റെ ചരിത്രം നമുക്കറിയാം. ജോസഫ് ജയിലിൽ കിടക്കുകയാണ്. ജയിലിലെല്ലാം കിടന്ന് കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്തതിലെല്ലാം അവനെ ദൈവം അനുഗ്രഹിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ജോസഫ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ ജോസഫ് തടവുകാരോട് അവർക്കൊരു സ്വപ്നം ഉണ്ടായി. അവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ജോസഫ് ആ സ്വപ്നത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം ജോസഫ് പറഞ്ഞു 14-15 മാനത്തിൽ, നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം, എൻ്റെ കാര്യം ഫറവോയുടെ മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്ക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ 22-23 വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ പാചകപ്രമാണിയായ അവനെ തൂക്കിക്കൊന്നു. ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. ഇപ്പം ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഓർമ്മ. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. യോഹന്നാൻ 16-ാം അധ്യായം 26 തൊട്ട് 28 വരെയുള്ള വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മളെല്ലാം മറന്നു പോകും. വേർഡ് ഓഫ് ഗോഡ് ഒന്നും നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ് കാര്യം? പരിശുദ്ധാത്മാവില്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയുള്ള ആ ഒരു ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10 തൊട്ട് 12 വരെയുള്ള വാക്യത്തിൽ തോബിത്ത് പറയുന്നുണ്ട്, നിനവയിൽ ചെന്നപ്പോൾ എൻ്റെ ചാർച്ചക്കാരും എല്ലാവരും ദൈവത്തിനെതിരായി പാപം ചെയ്തു, എങ്കിലും ഞാൻ ചെയ്തില്ല, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. യെശയ്യാ 26:8, കർത്താവേ, അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. അപ്പം ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അല്ലേ? പത്രോസ്ലീഹായും പറയുന്നുണ്ട്, പിന്നെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ്ലീഹ വീണ്ടും അതിനു മുമ്പായിട്ട് തന്നെ യോഹന്നാൻ 13:38 തൊട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വളരെ മനോഹരമാണ്. 36 തൊട്ട് 38 വരെയുള്ള വചനത്തിൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവെ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. വീണ്ടും വളരെ മനോഹരമായിട്ട് പത്രോസ്ലീഹയുടെ ആ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പത്രോസ്ലീഹ ഇതെല്ലാം, ഈശോ പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 69 മുതൽ 75 വരെയുള്ള വാക്യത്തിൽ പത്രോസ് തള്ളിപ്പറഞ്ഞു ഈശോയെ. 2-ാം പ്രാവശ്യവും തള്ളിപ്പറഞ്ഞു. അങ്ങനെ 3-ാം പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞു. ഞാൻ അവനെ അറിയുകയില്ല എന്നവൻ ആണയിട്ട് നിഷേധിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ച് പറഞ്ഞു, നീ അവരിൽ ഒരുവനാണെന്ന് തീർച്ച, നിന്റെ സംസാര രീതി ഞാൻ തെളിയിക്കുന്നു. പത്രോസ് ആകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞു ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ നിഷേധിക്കുക എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 61 തൊട്ടുള്ള വാക്യത്തിൽ അതിലും വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം ഐ തിങ്ക് അത് വളരെ വളരെ മനോഹരമാണ് ആ വാക്ക്. ലൂക്കായുടെ സുവിശേഷത്തിൽ
1-ാം അധ്യായം 61-62 വാക്യത്തിൽ അവിടെ പറയുന്നത് ഇതാണ്. 54 തൊട്ട് 62 വരെയുള്ള വായന എഴുതാം. അതിൽ വായിക്കാൻ നമുക്ക് 61, 62 വായന വായിക്കാം. 60 തൊട്ട്. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കോഴി കൂവി എന്ന് മാത്രമേ ഉള്ളൂ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. കോഴി കൂവി എന്ന് മാത്രമല്ല, കർത്താവ് പത്രോസിൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞ് നോക്കി, അവനെ നോക്കി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. ആദ്യം കോഴി കൂവിയിട്ട് ആൾ ഓർത്തില്ല, രണ്ടാമത് കൂവിയിട്ട് ഓർത്തില്ല, മൂന്നാമത് കൂവിയിട്ട് കൂവ് മാത്രമല്ല, കർത്താവ് ഒന്ന് നോക്കിയാണ്. അപ്പോൾ അവൻ ഓർത്തു. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട്. സങ്കീർത്തനം 106-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സമയത്ത് പ്രത്യേകമായിട്ട് എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു വേർഡ് ഓഫ് ഗോഡാണിത്. കർത്താവിൻ്റെ ആ ഓർമ്മ. സങ്കീർത്തനം 104 പറയുന്നുണ്ട്, കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവെ, അവിടുന്ന് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ ഇത്രമാത്രം എളിമയോടും ഭയത്തോടും കൂടെ വേണം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക്. കർത്താവെ, അങ്ങ് ജനതയോട് കാരുണ്യം കാണിക്കുമ്പം എന്നെയും ഓർക്കണേ. ഇനി അത് ഭയങ്കര ഒരു പ്രയറാണത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണത് പറയുന്നത്. ഇനി ആ വലതുവശത്ത് കിടന്ന കള്ളൻ എന്താ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 32 തൊട്ട് 43 വരെയുള്ള വാക്യം. ഈശോ പ്രാർത്ഥിച്ചു, തന്നെ തന്നെ രക്ഷിക്കട്ടെ, പടയാളികൾ അടുത്തുനിന്ന് വിനാഗിരി കൊണ്ടു, ഇവൻ യഹൂദരുടെ രാജാവാണല്ലോ എന്ന് പറഞ്ഞു. അപരൻ അവരെ ശകാരിച്ചു എന്ന് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. അദ്ദേഹം ഈശോയോട് പറയുകയാണ്, യേശുവെ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. വളരെ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. യേശുവെ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് പറഞ്ഞതു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. വളരെ ഹൃദയം തകർന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു വിളിയാണ്, കർത്താവേ, നീ എന്നെ ഓർക്കണമേ. നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കും, ഞാൻ പലപ്പോഴൊക്കെ ചുമ്മാ ചോദിക്കും, നമ്മളെയൊക്കെ മറന്നുപോയോ, ഓർക്കുന്നുണ്ടോ? പക്ഷേ ഇതൊന്നുമല്ല കാര്യം. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥനയൊക്കെ കൂടുന്നവർ ഐ എം ഷുവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും. ഏട്ടനോ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രേയർ. ചിലരൊന്നുമില്ല വരും, ചിലർ രാവിലെ എഴുന്നേറ്റ് അത് പ്രാർത്ഥിക്കും, അവരുടേതായ ഓരോ സ്പിരിച്വാലിറ്റി ഉണ്ട്. അല്ലെ പോണ വഴിക്ക് പ്രാർത്ഥിക്കും, അല്ലെ പള്ളിയിൽ കയറിച്ചിട്ടും പ്രാർത്ഥിക്കും. പക്ഷെ ആ ഒരു പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴാണ് പിന്നെ ദൈവത്തെ ഓർക്കുന്നത്? അടുത്ത ലഞ്ച് ബ്രേക്കിന് വല്ല ഭക്ഷണം കഴിക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ഓർത്തെങ്കിൽ ഓർത്ത്, ഇല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നല്ല പ്രശ്നം വരണം, അപ്പോൾ ദൈവത്തെ ഓർക്കും. അതല്ല, അത് കളിപ്പിലാണ്. നമ്മൾ നിരന്തരമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ഇതാണ് പ്രാർത്ഥന. നിരന്തരമായിട്ടുള്ള ഓർമ്മ, ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ് ആ ഗോഡ് ഫിയറിങ്. ദൈവവിചാരത്തോടെ ഒരു വചനം പറയുന്നുണ്ട്, നിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്, നിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവവിചാരത്തോടുകൂടി ആയിരിക്കട്ടെ. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം മുഴുവനും വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. അവിടെ പറയുന്നുണ്ട്, ആ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ദൈവവിചാരത്തോടു കൂടി ആയിരിക്കട്ടെ. നമ്മൾ എല്ലാം ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്രഭാഷകൻ 7:35-36 വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെപ്പറ്റി ഓർക്കുക, എന്നാൽ നീ ഒരിക്കലും പാപം ചെയ്യത്തില്ല. അപ്പം ഈശോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഈ വചനം വരുന്നത്? അതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന്ന വചനമാണ്, ഞാനത് തെറ്റാണ്. യോഹന്നാൻ 16:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. നമുക്ക് തോന്നും അത് തെറ്റാണ്, അത് ഞാനങ്ങനെ ചെയ്യരുത്, അല്ലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം ഉണ്ടാകണം. ഇനി അടുത്തൊരു വചനമുണ്ട്, പത്രോസ് ലീഹ ഇങ്ങനെയൊക്കെ മറന്നെങ്കിലും പത്രോസ് ലീഹ പിന്നീട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ്
പത്രോസ്ലീഹ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11 15 തൊട്ട് 18 വരെയുള്ള വാക്യത്തിൽ, ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് അവരുടെ മേൽ എന്നതുപോലെ തന്നെ നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു. ഇതൊരു വളരെ മനോഹരമായ വാക്കാണ്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു. നമ്മുടെയും ജീവിതത്തിൽ നമ്മളും പറയേണ്ടതാണ്, ഞാൻ ഈ പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ, അല്ലെ ഈ സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഞാനിത് കണ്ടപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ വന്നു. വളരെ മനോഹരമാണ്. ഇപ്പം പത്രോസ്ലീഹ എന്ത് പേഴ്സണലായിട്ടാണ് പറയുന്നത്, അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ വന്നു. യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും നൽകിയില്ലെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ ഇതാണ് നമുക്കുണ്ടാകേണ്ടത്, എപ്പോഴും ആ ദൈവവിചാരം. അത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അഹങ്കരിക്കത്തില്ല, നമ്മളൊരിക്കലും നമ്മളെ തന്നെ നമ്മൾ അഹങ്കരിക്കത്തില്ല. ഏറ്റവും കാരണം നമ്മൾ അഹങ്കാരം വരുന്നത് ദൈവത്തിനെ റെക്കഗ്നൈസ് ചെയ്യാതെ വരുമ്പോഴാണ്. ദൈവത്തിൻ്റെതാണ് എല്ലാം. റോമ 11:33 തൊട്ട് 35 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാം അവിടുന്ന് നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് മഹത്വം. ലൂക്ക 1:46 തൊട്ട് 52 വരെയുള്ള വാക്യത്തിൽ മാതാവിൻ്റെ സ്തോത്രഗീതം നമുക്കറിയാം, വളരെ മനോഹരമാണ്. അവിടെ എലിസബത്ത് 39 തൊട്ട് 45 വരെയുള്ള വാക്യത്തിൽ മാതാവിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് നീ ഭാഗ്യവതിയാണ്. ഉടനെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഗിഫ്റ്റായിരുന്നു. മാതാവിൻ്റെ ആ ഓർമ്മയെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വേർഡ് ഓഫ് കോഡ് എന്താണ്? ലൂക്ക 2:19. ദൈവത്തിൻ്റെ വചനം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെക്കുറിച്ച് ധ്യാനിച്ചു. ഇതാണ് പ്രത്യേകമായ ഒരു കൃപയാണ് നമ്മൾക്കൊക്കെ ദൈവം തന്നിരിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കണം. നമ്മൾ കിടക്കാൻ പോകുമ്പോൾ, നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ഈശോയുടെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കണം. നമുക്ക് സംശയം വന്നെങ്കിൽ ഉടനെ വേർഡ് ഓഫ് കോഡ് എടുത്ത് നോക്കണം. ഏശയ്യ 34:16 കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. നമ്മൾ തപ്പിപ്പിടിക്കണം. ഒരു വേർഡ് ഓഫ് കോഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ കിടന്നുറങ്ങിയേക്കരുത്. നമ്മൾ ഉടനെ ആ വേർഡ് ഓഫ് കോഡ് പോയി കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് ദൈവം നമുക്ക് കൃപ തരുന്നത്. ആ വേർഡ് ഓഫ് കോഡ് നമ്മുടെ ഹൃദയത്തിൽ വരും. 2 കൊരിന്തോസ് 3:3 ഹൃദയ ഫലകത്തിൽ അത് എഴുതപ്പെടും. അതല്ല നമ്മൾ എഴുതി വെച്ച് ബുക്ക് ഇവിടെ വെച്ച് ഇവിടെ ഒരു മറ്റേ സേഫ് ബോക്സ് കണക്ക് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ വെച്ച് പൂട്ടിയിട്ട് വരാമെങ്കിൽ അതായിരിക്കും താല്പര്യം കൂടുതൽ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ആ വചനം ആദ്യം എഴുതി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17 11 12 വാക്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം, നമ്മൾ പരിശോധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കർത്താവിലോട്ട് കൂടുതൽ വരും. യോഹന്നാൻ 15 1 തൊട്ട് 3 വരെയുള്ള വാക്യത്തിൽ വെട്ടി 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 ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. ഓരോരോ വചനങ്ങൾ വരുമ്പോൾ ചില വചനങ്ങൾ നമുക്ക് പ്രത്യേകിച്ചുള്ള വചനമായിരിക്കും. എല്ലാ വചനങ്ങളും അത് തന്നെ. ദൈവം നമുക്ക് നമ്മുടെ കുറവുകൾ ആ വചനം നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി നമ്മളത് പാലിക്കുമ്പോഴാണ് ദൈവസ്നേഹം വരുന്നത്. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അത് മാത്രമല്ല, വലിയൊരു വചനമുണ്ട് യോഹന്നാൻ 14:21 തൊട്ട് 26 വരെയുള്ള വാക്യത്തിൽ, നിങ്ങൾ എൻ്റെ വചനം സ്വീകരിച്ചാൽ, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാനും എൻ്റെ പിതാവും വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അത് വലിയൊരു അനുഭവമാണ്. ഇതൊക്കെ ഒരു അനുഭവമാണ്. നമ്മൾ ആ ദൈവ അനുഭവമുള്ളവരായിട്ട് നമ്മൾ മാറണം. അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമ്പോഴും ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം നമ്മൾ വായിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. വളരെ മനോഹരമായ ഈശോയുടെ വാക്കുകളാണ്. നിങ്ങളുടെ തലമുടി ഇഴകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇത് വെറും ഒരു കഥയാണ്? അല്ല, ഈശോയുടെ വാക്കുകൾ വളരെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്ലിയറായിട്ട് ദൈവം നമ്മളെ കാണുന്നുണ്ട്, ദൈവം നമ്മളെ അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും ദൈവമൊന്നും കാണുന്നില്ല. പ്രഭാഷകൻ 23:19 പറയുന്നുണ്ട്, കർത്താവിൻ്റെ കണ്ണുകൾക്ക് സൂര്യപ്രകാശത്തേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ്.
ആ ഈശോ എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. സങ്കീർത്തനം 139 അധ്യായം നമ്മൾ വായിച്ചു ഇൻട്രൊഡക്ഷൻ പ്രയറിൽ. എല്ലാം കാണുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഈശോ അറിയുന്നുണ്ട്. നമ്മുടെ വിഷമം അറിയുന്നുണ്ട്, നമ്മൾ തിരസ്കരിക്കപ്പെടുന്നത് അറിയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വചനമാണ്. ഉൽപ്പത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരസ്കരണമൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ കർത്താവൊന്നും അറിയുന്നില്ല. ഉൽപ്പത്തി 29:31 പറയുന്നുണ്ട്, ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ദൈവം സംസാരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ പ്രയറിലാണെന്ന് തോന്നുന്നു ബ്രദർ ജോമൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ദൈവം സംസാരിക്കുന്നതിനെ പറ്റി. ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മളോട് മാത്രമല്ല, ദൈവത്തിൻ്റെ സമയമുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 27 അധ്യായത്തിൽ ഞാൻ ആദ്യം ഈശോയിലേക്കൊക്കെ വന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ചില വചനങ്ങളാണ്. സങ്കീർത്തനം 27:14, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. നമ്മൾ ദൈവത്തിന്, നമുക്ക് ആർക്കും പേഷ്യൻസ് ഇല്ല. ലൂക്ക 8:15, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിർമ്മലവും ഉത്കൃഷ്ടവുമായ ഹൃദയത്തിൽ നമ്മൾ വചനം സംഗ്രഹിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? നമുക്ക് ചില രീതിയുണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യാനായിട്ട്. എല്ലാ കാര്യത്തിലും ഞാനിപ്പം ലൗകികമായിട്ട് ആ കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റേതായ ഒരു സ്റ്റെപ്സ് ഉണ്ട്. വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കർത്താവിൽ വരുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പശ്ചാത്തപിക്കുക. മർക്കോസ് 1:15. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. ജോഷുവ 3:5, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ലേവ്യർ 10:10, വിശുദ്ധവും അശുദ്ധവും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. നമ്മൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കത് കഴിയത്തില്ല. യോഹന്നാൻ 17:17-19 നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചാടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ തോന്നും. അത് നടക്കത്തില്ല. ഓരോരോ സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, നമ്മളെ തന്നെ ഒരുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. യോഹന്നാൻ 17, യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ 17-19 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ആ വിശുദ്ധീകരിക്കും. പിതാവേ, കർത്താവെ അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, നമ്മളെ തന്നെ ഒരുക്കണം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. അത് ഒരുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമയമെടുക്കും. നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ ഈശോയ്ക്ക് വേണ്ടി യോഹന്നാൻ 6:27 വാക്യത്തിൽ പറയുന്ന പോലെ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും സ്പിരിച്വൽ ലൈഫും ഒക്കെ മറ്റ് ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോയാൽ നമ്മൾ ഒരിക്കലും ശരിയാകത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം ഈശോ ആയിരിക്കണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചതും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ദൈവത്തോടുകൂടി ആയിരിക്കാനും വേണ്ടിയിട്ടാണ്. ജ്ഞാനം 2 അധ്യായം 23 വാക്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എവിടെ പോകുന്നത് നമ്മൾ അറിയത്തില്ല. യോഹന്നാൻ 12:35 ദൈവ അനുഭവം ഇല്ലാതായിട്ട് മാറും. അനേകം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോകത്തിൽ ദൈവാനുഭവമില്ലാത്ത വ്യക്തികൾ. ഒരുപക്ഷെ ചിലപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ വളരെ വളരെ ഭൗതികമായിരിക്കും, അല്ലെ വളരെ സൂപ്പർഫിഷ്യലായിരിക്കും. നമ്മളൊരു ജസ്റ്റ് ഒരു പ്രെയറൊക്കെ കാണുമ്പം, അല്ലെങ്കിൽ നല്ല 2 പാട്ട് കേൾക്കുമ്പോൾ കൊള്ളാം, 2 നല്ല ഹല്ലേലൂയ പ്രൈസ് ലോർഡൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല. പിന്നെ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വഭാവം എല്ലാം മാറി. അതല്ല. ഒരു കാര്യം ഓർക്കണം, ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു വലിയ വചനമുണ്ട്. 1 തെസ്സലോനിക്ക 5:10-11 വരെയുള്ള വാക്യത്തിൽ, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഉറക്കത്തിലും ഉണർവിലും എന്ന് പറഞ്ഞാൽ ഈശോ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ഓക്കെ, 1 മണിക്കൂറത്തേക്ക് ഈശോ എനിക്ക് വേണം, അത് കഴിയുമ്പം വേണ്ട, അത് കഴിയുമ്പോൾ എൻ്റെ വഴി, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്ന കണക്കല്ല.
ഇത് ഫുൾ ടൈം എപ്പോഴും നിരന്തരമായി നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കുക. ജ്ഞാനം 17 1 തൊട്ട് 3 വരെയുള്ള വാക്യത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു വചനമുണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെല്ലാം ബ്രദർ ഷാജിയെ ഓർക്കായിരുന്നു. ബ്രദർ ഷാജി വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വചനമാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവഭയമുള്ളവരായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യം ഇതുതന്നെ. നല്ലതോ ചീത്തയോ ആയ എല്ലാ നിഗൂഢ പ്രവൃത്തികളും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ദൈവഭയമുള്ളവരായിരിക്കുക. നമ്മൾ വിനീതരായി ആ ദൈവത്തിൻ്റെ വഴിയെ നടക്കുക. ദൈവം കാണിച്ചു തരുന്ന വഴിയെ നമ്മൾ ഒരിക്കലും റഷ് ചെയ്യരുത്. നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പേ പോകാൻ നോക്കരുത്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 24 തൊട്ട് 26 വരെയുള്ള വാക്യത്തിൽ സ്വന്തം നിങ്ങളുടെ കുരിശെടുത്ത് നിങ്ങൾ എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. യേശയ്യാ 52-ൽ 10 തൊട്ട് 11 വരെയുള്ള വചനത്തിൽ നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ പൂർണ്ണമായിട്ട് അനുഗമിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവ അനുഭവമുള്ളവരായിട്ട് മാറണം. രാത്രിയിലും സങ്കീർത്തനം പറയുന്നുണ്ട്, സങ്കീർത്തനം 17:3, കർത്താവേ അവിടുന്ന് രാത്രിയിൽ എന്നെ വന്ന് പരിശോധിച്ചാൽ എൻ്റെ ഹൃദയം നിർമ്മലമായിരിക്കും. നീ എന്നെ ഉരച്ചു നോക്കിയാൽ എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കും. സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ, സങ്കീർത്തനം 16-ാം അധ്യായം വളരെ മനോഹരവും പവർഫുള്ളായിട്ടുള്ള അധ്യായമാണ്. അതിൽ പറയുന്നുണ്ട്, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിലും. അല്ലെങ്കിലോ നമ്മൾ രാത്രിയിലെല്ലാം ഭയങ്കര ഇതായിരിക്കും, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളും അതും ഇതും എല്ലാം. പക്ഷേ ആ ഈശോ ഉണ്ടെങ്കിൽ വളരെ രസമാണ്, വളരെ സുഖമാണ്. രാത്രിയിലും ദൈവം നമ്മളെ സ്പർശിക്കും. ദൈവം അവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്പിരിച്വൽ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴുമൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ കിടക്കാൻ പോകുന്നത്, മോസ്റ്റ് ഓഫ് ദ ടൈം നോക്കിയേ, ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ കിടക്കാൻ പോകുന്നത് 2 മണിക്ക്, 1 മണിക്ക്, 12 മണിക്ക്, കുറേയല്ല ടി വി കണ്ട്, കുറേ ആവശ്യമില്ലാത്ത വഴക്ക് പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, അത് ചെയ്ത് ഇത് ചെയ്തല്ല. ഇങ്ങനല്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അത് നമ്മുടെ ഇറ്റേണൽ റെസ്റ്റിനെ ആണ് എല്ലാ ദിവസത്തെയും ഉറക്കം ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനയിൽ എല്ലാ നൈറ്റ് പ്രെയറിനും ഒരു പ്രെയറുണ്ട്. അതിനൊരു ചേഞ്ചും ഇല്ല. എല്ലാ ദിവസത്തെയും നൈറ്റ് പ്രെയറിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ശെമയോൻ ഈശോയെ കൈകളിൽ എടുത്തിട്ട് പറഞ്ഞ വാക്കുകളാണത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 33 തൊട്ട് 35 വരെയുള്ള വാക്യത്തിൽ, അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ അനേകം പേരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. 28 തൊട്ട് എഴുതിക്കോ, 27 തൊട്ട് 35 വരെയുള്ള വചനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവർ ദേവാലയത്തിൽ വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമയോൻ യേശുവിൻ്റെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്കും വേണ്ടിയുള്ള അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. എല്ലാ ദിവസവും നൈറ്റ് പ്രെയർ ചെല്ലുന്നൊരു പ്രെയറാണ്. അറ്റ് ലാസ്റ്റ്, ഓൾ പവർഫുൾ മാസ്റ്റർ, യു ഗീവ് ലീവ് ടു യുവർ സെർവൻറ്റ് ടു ഗോ ഇൻ പീസ് അക്കോർഡിംഗ് ടു യുവർ പ്രോമിസ്. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 4ഉം 5ഉം വചനം, സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 4ഉം 5ഉം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനമാണ്, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈശോ കുരിശിൽ കിടന്നിട്ട് പറയുന്നുണ്ട് അല്ലേ, മരിച്ച നേരത്ത്,
പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതെല്ലാം നൈറ്റ് പ്രയറിന് ഇത് 2 പ്രാവശ്യം ചെല്ലുന്ന പ്രാർത്ഥനയാണിത്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്നിട്ടാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നത്. അറ്റ് ലാസ്റ്റ് ഓൾ പവർഫുൾ. ഈ ശമയോൻ ഈശോയെ കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞ മനോഹരമായ പ്രാർത്ഥന. അപ്പം നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളെ ഏറ്റവും വളരെ ചാടിക്കേറിയവരിൽ നമുക്കൊരു പ്രിപ്പറേഷനില്ല. നമുക്ക് മോർണിംഗ് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു പേടിയുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു അല്ലേ, തുടങ്ങുന്നത് തന്നെയല്ലേ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പം ഈ അടുത്ത കാലത്തൊരു വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അതിനകത്ത് പ്രത്യേകമായിട്ട് സെയിൻറ്റ് ഓസെ മറിയ എന്ന് പറയുന്നത് ഓപ്പുസ് ദേ എന്ന് പറഞ്ഞ വലിയൊരു മൂവ്മെൻറ്റ് സ്ഥാപിച്ച ഒരു അച്ഛനാണ് സ്പെയിനിൽ. അദ്ദേഹം പറയുമായിരുന്നു, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കേണ്ടത്, നമ്മളൊരു കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കേണ്ടത്. നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ ഒരു വലിയൊരു ഫൈറ്റ് നടക്കും പിശാചുമായിട്ട്. കാരണം എന്താണ്? ശരിയാണ്, പിശാച് എപ്പോഴും എഴുന്നേൽക്കുമ്പോഴെന്നല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ. എന്താണ് ഈശോയുടെ ചരിത്രത്തിൽ എന്താ പറഞ്ഞത്? ഈശോ ജനിക്കാനായിട്ട് മാതാവ് ഇതെല്ലാം ചെയ്തു. ആ സമയം മുതൽ ഈശോ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പം മുതൽ ആ കുഞ്ഞിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു പിശാച്. അങ്ങനെ ഒരു ഈജിപ്തിലേക്ക് ഓടുകയാണ് പിശാച്. ഇങ്ങനെ ഓടി 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 പോകണം. ഇതുകൊണ്ടാണ് ഇന്ന് നോക്കിയേ എത്രയോ പേര് അമ്മയുടെ ഉദരത്തിലാകുമ്പം തൊട്ട് തന്നെ ഒരു ഭയങ്കര ഫൈറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പലപ്പോഴും ആ ജന്മം നടക്കേണ്ട ആ നിമിഷം തന്നെ വളരെ പ്രാർത്ഥനയിലായിരിക്കണം. ഈ പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് വരുന്നതുകൊണ്ടാണ് പിശാച് കയറി അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഈശോയുടെ ജനനം തന്നെ വളരെ പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ ഓർക്കായിരുന്നു ബ്രദർ ഷാജിയുടെ ഒരു ടോക്കിൽ ബ്രദർ ഷാജി പറയുമായിരുന്നു. കാരണം ഇതൊന്നും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 45 തൊട്ട് 48 വരെയുള്ള വചനം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങൾ നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. അപ്പോൾ നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 13-ാം അധ്യായത്തിലും തോബിത്ത് പറയുന്നുണ്ട്, ഞാൻ അവളെ സ്വീകരിക്കുന്നത് നിർമ്മലമായ സ്നേഹം കൊണ്ട്. അവർ പ്രാർത്ഥനയിലാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത്. അപ്പോൾ ഈ സെയിൻറ്റ് പറയായിരുന്നു, യഥാർത്ഥത്തിൽ നമ്മുടെ ഡേ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് നൈറ്റിലാണ് നമ്മുടെ ഡേ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രീവിയസ് നൈറ്റ് പലപ്പോഴും പിശാചിൻ്റെ പലതും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉറങ്ങത്തില്ല, ഇങ്ങനെ കറങ്ങി നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറയും, കുറ്റം പറയും. കുറ്റമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു ബൈബിളിൻ്റെ ഒരു ചാപ്റ്റർ പോലും എടുത്ത് വായിക്കാനുള്ള ആരോഗ്യമില്ല. നമ്മൾ കൊളാപ്സ്ഡ് ആയിട്ട് ആണ് കട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ വളരെ കോൺഷ്യൻസ് ആയിട്ട് പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ ആ ബെഡിലോട്ട് നമ്മുടെ ആ സ്ലീപ്പ്, കാരണം നമ്മൾ നേരം വെളുത്ത് എഴുന്നേക്കുമെന്ന് നമുക്കറിയത്തില്ല. എത്രയോ പേര് കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയിട്ട് ഇന്ന് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസത്തെയും രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അവസാനത്തെ, എനിക്കത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ സന്ധ്യയും സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ദ ഈവനിങ് ഓഫ് അവർ ലൈഫാണ് എല്ലാ ദിവസവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടെ വേണം പോകാൻ. അങ്ങനെ പ്രാർത്ഥനയിൽ പോയാൽ മാത്രമേ ഈ രാത്രിയിൽ ഈ പറഞ്ഞ രാത്രിയിൽ എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനമൊക്കെ നിറയത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രബോധനം നിറയുന്നതിന് മുമ്പ് നമ്മൾ രാത്രിയിലൊക്കെ ഭയങ്കര ഓവറായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ആ ഓവർ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതല്ല വേണ്ടത്. നമ്മൾ വളരെയധികം പ്രാർത്ഥനാ അനുഭവമുള്ളവരായിട്ട് മാറണം. പ്രാർത്ഥന എന്ന് പറയുന്നത് സക്കറിയ 12-ാം അധ്യായം 9-ഉം 10-ഉം വാക്യത്തിലാണ്. പ്രാർത്ഥന അരൂപി വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന അരൂപിയില്ലാതെ നമ്മൾ എത്ര നിന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ അരൂപി എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ വീട്ടിലും എസ്പെഷ്യലി നമ്മുടെ വീട് എപ്പോഴും പിശാച് എന്തായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത്? വളരെ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. എപ്പോഴും വീട്ടിൽ ആ പിശാച് എപ്പോഴും കയറുന്നത് എങ്ങനെയായിരിക്കും? വഴക്കുണ്ടാക്കാൻ നോക്കും. ചുമ്മാ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, നമ്മൾ ദേഷ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? എല്ലാ അരൂപിയും പോവും. ഇതുകൊണ്ടാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ സെയിൻറ്റ് പോൾ വളരെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്.
കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. വളരെ 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 പവർഫുൾ ആയിട്ടുള്ള വചനമാണ്. നമ്മൾ പിശാചിനൊരിക്കലും അവസരം കൊടുക്കരുത്. ഇനി പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ പരിപാടി എന്താണ്? ക്ഷമയാണ്. 2 കൊരിന്തോസ് 2:10-11 വചനം. ക്ഷമിക്കുക. ഈശോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ ഈ പിശാചിനെ മുഴുവൻ കീഴ്പ്പെടുത്തിയത് ആ നിശബ്ദനായിട്ട് സഹിക്കുകയാണ് കുരിശിൽ. ഈശോയ്ക്ക് അവിടെ ഈശോയുടെ ഭയങ്കര നമ്മൾ കാണുന്ന ശക്തി കാണിക്കരുതായിരുന്നു. അതല്ല ഈശോയുടെ ശക്തി. നമ്മൾ കാണുന്ന ശക്തിയല്ല ഈശോയുടെ ശക്തി. നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും? നമ്മളൊരു സൈന്യത്തെ വേണേ ഇറക്കി, അല്ലെങ്കിൽ ഒരു മിലിറ്ററിയെ വിളിച്ച്, അല്ലെങ്കിൽ ഇത് തകർത്ത് കാണിക്കാം. അതല്ല. പക്ഷെ അവിടെ അവസാന നിമിഷം വരെ ആ ഈശോയെ ഇറിറ്റേറ്റ് ചെയ്തു, വേദനിപ്പിച്ചു, എല്ലാം പറഞ്ഞിട്ടും ഈശോ നിശബ്ദനായിട്ട് സഹിക്കുകയാണ്. വടക്കോടായിട്ട് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, അവർ പലതെല്ലാം അവനെതിരെ പറഞ്ഞെങ്കിലും അവനാകട്ടെ നിശബ്ദനായിരുന്നു എന്നാണ് പറയുന്നത്. അവനാകട്ടെ നിശബ്ദനായിരുന്നു. അപ്പം നമ്മുടെയും ജീവിതത്തിൽ വലിയൊരു കൃപ തന്നെ വേണം നമ്മൾ ഈ നിശബ്ദത പാലിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെല്ലാം തിരിച്ചു പറയാൻ നിൽക്കും. അപ്പോൾ എന്തായി? പ്രശ്നമായി. അവസാനം കൂട്ടിക്കരച്ചിലായി, ബഹളമായി, എല്ലാമായി. ആ സ്നേഹമില്ല. നമ്മളെല്ലാം സ്നേഹത്തിലായിരിക്കണം. ദിവസം തുടങ്ങേണ്ടത് സ്നേഹത്തിലായിരിക്കണം, അവസാനിക്കേണ്ടത് ആ സ്നേഹത്തിലായിരിക്കണം. ഏറ്റവും വലിയ കൃപ എന്താണ്? സ്നേഹമാണ്. 1 കൊരിന്തോസ് 13 ആ സ്നേഹം എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കണം, കുറേയല്ല ചെയ്യേണ്ടത്. റോമ 5:5 ആ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് വരേണ്ടത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ആ സ്നേഹം വരുന്നത്. ആ ഈശോ ഇല്ലെങ്കിൽ ഒരിക്കലും സ്നേഹമില്ല. മുഖമെല്ലാം ഭയങ്കര ഗൗരവമായിരിക്കും. എങ്ങനെയായിരിക്കും? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ കായേനും ആബേലിനെ പറ്റി പറയുന്നുണ്ട്. ആബേൽ വളരെ ജോയ്ഫുൾ ആയിരുന്നു. അതേസമയത്ത് കായേന് വളരെ അങ്ങനെയല്ലായിരുന്നു. അവർ രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. ആബേലാകട്ടെ തൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കടിഞ്ഞൂലുകളെ എടുത്ത് അവരുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. എന്നാൽ കായേനും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അടുത്ത വചനം പറയുന്നത് വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഉൽപ്പത്തി 4:5 പറയുന്നുണ്ട്, ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അടുത്ത വചനത്തിൽ പറയാണ്, അവൻ്റെ മുഖം കറുത്തു. അവൻ്റെ മുഖം കറുത്തു. അപ്പം വളരെ പ്ലസൻറ്റ് ഫേസ് ഉണ്ടാകാനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറൊന്നും പോകണ്ട. നമുക്ക് ആ സ്നേഹം ഉണ്ടായാൽ മതി, ഈശോ ഉണ്ടായാൽ മതി. ഈശോ ഇല്ലെങ്കിൽ നമുക്ക്, ഈശോ ഉണ്ടെങ്കിൽ വിസിബിൾ ആയിരിക്കും എപ്പോഴും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 13-17 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും ആ പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല, ഈശോ പറയുന്നുണ്ട്. അപ്പം ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എപ്പോഴും ആ ഈശോയെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:47 ഞാൻ നിന്നെ ലോകത്തിന് മുഴുവൻ പ്രകാശമായിട്ട് ഞാൻ നൽകുന്നു. നമ്മൾ എവിടെയൊക്കെ പോയാലും, യോഹന്നാൻ 14:31 നമ്മൾ ഈശോയെ സ്നേഹിച്ചാൽ, ഈശോയുടെ വഴിയെ നടന്നാൽ അത് ലോകത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. റോമ 14:17 ആ സമാധാനവും, റോമ 14:17 സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷവും നീതിയും വരുമ്പോഴാണ് എല്ലാം അറിയുന്നത്. അതല്ലെങ്കിലോ ഈ വചനം സംഭവിക്കും, ഇത് കായേനെ അത്യധികം കോപിച്ചു, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അടുത്ത വചനം അത് മാത്രമല്ല, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ പലപ്പോഴും നമ്മുടെ മുഖം ഇങ്ങനെ വാടി, ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ മസിൽസ് എല്ലാം വീക്കായി പോയി. കാരണം സിറ്റുവേഷൻ ഇതാണ്. എപ്പോഴും ഇങ്ങനെ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ. അത് മാറ്റി ആ ഈശോ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ സ്നേഹം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ജീസസ് വരുമ്പോഴാണ്. കാരണം 1 യോഹന്നാൻ 4:7-8 വചനം, ദൈവം സ്നേഹമാണ്, ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ സമയമെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ കേട്ട വചനം എന്താണെന്ന് വെച്ചാൽ,
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ആ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. കേട്ട ഒരു വചനം വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യുക, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ ദൈവ അനുഭവമുള്ളവരായിട്ട് മാറുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസവും പോകുമ്പോഴും കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ആ അനുഭവം ചുമ്മാ പറയുകയല്ല. പല ആൾക്കാർ കർത്താവിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നടക്കത്തില്ല. നമുക്ക് ആ അനുഭവമുള്ളവരായിട്ട് മാറണം. 1 കൊരിന്ത്യർ 6:17 ദൈവാത്മാവിനോട് ഏകാത്മാവായി തീരുന്ന അനുഭവം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-10 വാക്യത്തിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന അനുഭവമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇതാണ് ആധ്യാത്മിക ജീവിതം. അത് വളരെ മനോഹരമാണ്. ഇനി ഈ അനുഭവം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മൾ പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, പിശാച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഫ്രം ദ വൂം ടിൽ ദ ടൂം. ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ആ അവസാനം ശവകുടീരം വരെ പിശാച് എപ്പോഴും ഒരു വലിയ വോറിങ്ങിന് നടക്കുകയാണ് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട്. എഫേസോസ് 6:10-20 വചനം. ഇതുകൊണ്ടാണ് ആത്മീയ സമരം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് കാണുന്നില്ല. യാക്കോബ് 4:5 ദൈവം നമ്മുടെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അസൂയയോടെ അപലക്ഷിക്കുന്നു. അസൂയയോടെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഇത് കാണാൻ പറ്റത്തില്ല ചിലപ്പോൾ. പക്ഷെ ഭയങ്കര ഒരു യുദ്ധം നടക്കുകയാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മത്തായി 10:16 നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഈശോയിലൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ചിലപ്പോൾ ഒരു അസ്വസ്ഥത, ആവശ്യമില്ലാത്തതോട് ചിലപ്പോൾ ഒന്ന് വർത്തമാനം പറയാൻ പോയാൽ മതി അല്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1-11 അതിന് എക്സാമ്പിളാണ്. എപ്പോഴും എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്? വർത്തമാനത്തിലൂടെയാണ്. ഇത് വലിയൊരു ടോക്കാണ്, പക്ഷെ എന്നാലും മനസ്സിലാക്കുക. യാക്കോബ് 3-ാം അധ്യായം 1-11 നാവിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ എല്ലാം വന്ന്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത പറയാൻ പോയി ഒരു ഉത്തരം പറഞ്ഞ് ചിലപ്പോൾ ഒരാൾ SMS അയച്ച് നമ്മൾ അതിനൊരു മറുപടി പറയാൻ, ചില കാര്യം മറുപടി പറയാൻ നിൽക്കണ്ട, കർത്താവ് മറുപടി പറഞ്ഞോളും, നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്കപ്പോൾ വളരെ ഡിസിപ്ലിൻ ആയിരിക്കണം നമ്മുടെ സ്പിരിച്വൽ ലൈഫ്. അല്ല പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാ ആധ്യാത്മികമൊക്കെ നഷ്ടപ്പെടും. ഇനി ഈ ആധ്യാത്മിക നഷ്ടപ്പെട്ടാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? പിന്നെ നമുക്കെല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല. നമ്മളങ്ങ് ബ്ലൈൻഡായി, നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പിന്നീട് ഒരു സമയത്ത് വളരെ കഷ്ടതയിൽ പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും ആ ധൂർത്തപുത്രനെ പോലെ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത്. ലൂക്കാ 15:11 വചനത്തിൽ പറയുന്ന പോലെ 31 വരെയുള്ള വാക്യത്തിൽ എൻ്റെ സ്ഥിതി ഇതാണല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈശോയിൽ സ്നേഹമുള്ളവരെ, ആ ദൈവ അനുഭവമുള്ളവരായിട്ട് മാറണമെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം നമ്മുടെ സ്പിരിച്വൽ ലൈഫ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നടന്നാൽ പറ്റത്തില്ല. ജെറമ്യ 14:10-11 വചനത്തിൽ പറയും നമ്മൾ അതുപോലെ തന്നെ ജെറമ്യ 2:25 നമ്മൾ നമ്മുടെ കാലുകളെ നിയന്ത്രിക്കണം. ജോബ് 31:1-3 വരെയുള്ള നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്തടത്തോട്ട് പോകരുത്, ആവശ്യമില്ലാത്ത ചെയ്യരുത്. നമ്മൾ ആ ഈശോയോട് കൂടെ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം ഇങ്ങനെ വെറുതെ നശിപ്പിക്കാൻ ഓരോ മിനിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ ക്വാളിറ്റി സമയം, ഒന്നാമതായിട്ട് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മളിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. നമ്മൾ പലപ്പോഴും ലോകം മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന പൊളിറ്റീഷ്യൻസിനെ പോലെ ആയി പോകരുത്. അവരും നന്നാകുകയില്ല, നാടും നന്നാകാത്ത സ്ഥിതിയാവും. നമ്മൾ ഓൾവേസ് നമ്മളിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണം തുടങ്ങാൻ, നമ്മുടെ മക്കളിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു വിറ്റ്നസ് ആയിട്ട് മാറുന്നത് മറ്റുള്ളവർക്ക്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ പറയുന്നില്ലേ, സ്വന്തം ഭവനത്തെ നയിക്കാൻ കഴിവില്ലാത്ത നീ എങ്ങനെയാണ് കർത്താവിൻ്റെ ഭവനത്തെ നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷിയായിട്ട് നമ്മൾ മാറണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇന്ന് കേട്ട വചനം, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഈശോ അവിടെ എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം നമ്മെ അറിയുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളോട് പരിഗണന കാണിക്കുന്നു, പരിപാലിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ലൗകിക മനുഷ്യരെ പോലെ വെറുതെ ആകുലപ്പെട്ട്, ഇനി ആകുലപ്പെട്ടാൽ എന്ത് പറ്റും? നമ്മുടെ ഇതുകൊണ്ടാണ് പല ആകുലതകളാണ്. ഇന്നിപ്പോൾ പുതിയ ഇതൊക്കെ പറയുമായിരുന്നു, ഈ ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെ ഈ ആകുലതകൾ, ഈ ടെൻഷൻ, ഇതെല്ലാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഭയങ്കര ആകുലതകൾ വരുന്നത്? ഈശോ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഓർക്കുന്നൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അനുഭവമായിരുന്നു. ബ്രദർ ഒരിക്കലും ഇങ്ങനെ പാനിക്കായിട്ട് അല്ലെങ്കിൽ വളരെ അത് പറ്റിപ്പോയല്ലോ ഇങ്ങനെ, അല്ലെങ്കിൽ വളരെ ഒന്നൊരിക്കലും ബ്രദർ എന്ത് പറഞ്ഞാലും വലിയ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാലും ബ്രദർ പറയും അതും നന്മയ്ക്കായിരിക്കും. റോമ 8:28.
അത് പറയുന്നത് ചുമ്മാ അല്ല, അത് അനുഭവിക്കുന്നതുകൊണ്ടാണ്. എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. റോമ 8:28. അത് പക്ഷേ കണ്ടീഷനുണ്ട്. നമ്മൾ ഒന്നുമില്ലാതെ നമ്മുടെ തോന്നിയ വഴിക്ക് നടന്നിട്ട് ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് വെച്ചാൽ ആകത്തില്ല. അവിടെ റോമ 8:28 വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കണ്ടീഷനുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആരാ ദൈവത്തെ സ്നേഹിക്കുന്നവർ? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്. 1 യോഹന്നാൻ 5:3-4. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക്, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ദൈവം പ്രത്യേകമായിട്ട് വിളിക്കണം, അല്ല ചുമ്മാതെ കറങ്ങി നടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും, എല്ലാം നന്മയ്ക്കായിട്ട് പറ്റും. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-20 വരെയുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ നന്മയ്ക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ പുറകെ നമ്മൾ നടക്കും. അതുകൊണ്ട് നമ്മൾ ഈശോ സ്നേഹമുള്ളവരെ, ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്, ദൈവ അനുഭവമുള്ളവരായിട്ട് മാറുക. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പ്രദർശനമാണ്. ഒരാഴ്ച ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകും, അടുത്ത ആഴ്ച അടുത്തടുത്ത് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥന അത് ഇത്, അവസാനം ഒന്നുമില്ലാത്ത സ്ഥിതിയാകരുത്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, നാവ് കൊണ്ട് നമ്മൾ സ്തുതിക്കണം, ഹൃദയം കൊണ്ട് നമ്മൾ സ്തുതിക്കണം, എല്ലാറ്റിലും ഉപരി നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറണം. ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ, ആ ദൈവ അനുഭവമുള്ളവരായിട്ട് മാറണം. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഒരിക്കൽ കിട്ടിയാൽ, ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈശോയിൽ നിന്ന് വിട്ടു പോവുകയില്ല. അതല്ലെങ്കിൽ വെറുതെ ഈശോ പറഞ്ഞ കണക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല. യോഹന്നാൻ 6 ഈശോ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, 48-ാം വാക്യത്തിലും 27-30 വരെയുള്ള വാക്യത്തിൽ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് ഇവരെന്നെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലൗകിക കാര്യത്തിന് വേണ്ടി മാത്രം ഈശോയെ ആശ്രയിക്കുന്നവരായി തീർന്നാൽ, പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്തോസ് 15:19-21 വരെയുള്ള വായനത്തിൽ, നമ്മൾ എല്ലാ മനുഷ്യരെയും പോഷന്മാരാകും. എല്ലാ മനുഷ്യരെയും എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗകികമായിട്ട് പല ആൾക്കാരുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അവർക്ക് എല്ലാം ലൗകികതയാണ്. എന്നാൽ കർത്താവിൽ വന്നിട്ട് ലൗകിക കാര്യത്തിൽ മാത്രം ദൈവത്തിൽ പ്രത്യാശ വർഷിച്ചാൽ നമ്മൾ അവരേക്കാൾ പോഷന്മാരായിട്ട് മാറുമെന്നാണ് പൗലോസ് പറയുന്നത്. കൊളോസ്യോസ് 3:1-5 വരെയുള്ള വചനം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോടൊപ്പം വീണ്ടും ഉയർത്തപ്പെട്ടിരിക്കുന്നു, അതിനാൽ ദൈവത്തിൻ്റെ സ്വർഗീയമായ ഉന്നതത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ലക്ഷ്യം വയ്ക്കണം. ഇതാണ് ദൈവത്തിൻ്റെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ദൈവികമായ അനുഭവം എനിക്ക് തരണമേ. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അങ്ങയെ അനുഭവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഈശോയോട് കൂടെ ആയിരിക്കാനുള്ള കൃപ തരണമേ. ഉറക്കത്തിലും ഉണർവിലും ഈശോയോട് കൂടെ ആയിരിക്കുവാനുള്ള ആ ദൈവ അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിൽ പലപ്പോഴും പല പല ബന്ധനങ്ങൾ, പല പല തടസ്സങ്ങൾ, ആ ഈശോയെ അനുഭവിക്കാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ തടസ്സങ്ങളെല്ലാം മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ ഈശോയെ കൂടുതൽ അനുഭവിക്കാനുള്ള ആ തടസ്സം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ തടസ്സങ്ങൾ മനസ്സിലാക്കി കൂടുതൽ എളിമപ്പെട്ട് നമുക്ക് ഈശോയിലേക്ക് വരാം. അമ്മയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ്